പ്രിയപ്പെട്ടവരെ നമസ്കാരം. അയർലൻഡ് വിശേഷങ്ങളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയർലൻഡിലേക്ക് പുതുതായിട്ട് എത്തുന്നവർ, ജോലിക്ക് വരുന്നവരാകാം, സ്പോർട്സ് വിസയിൽ വരുന്നവരാകാം, അതുപോലെ തന്നെ സ്റ്റുഡൻ്റായിട്ട് വരുന്നവരാകാം. അങ്ങനെയുള്ള ഏതൊരാളും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ സിം എടുക്കുക. പിന്നെ നമ്മൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ട്രാവൽ കാർഡുണ്ട്, ലീപ് കാർഡ്. ലീപ് കാർഡിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അയർലൻഡ് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നും കാണത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ ഇവിടുത്തെ പൊതുഗതാഗത സൗകര്യങ്ങളായിട്ടുള്ള ബസ് സർവീസ്, മെട്രോ ട്രെയിൻ സർവീസ്, ഇതൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. ടാക്സി ഫെയറൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് എല്ലാവരും ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിനായിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമിനും വേണ്ടിയിട്ടുള്ള ഒരു ട്രാവൽ കാർഡാണ് ഈ ലീപ് കാർഡ്. ക്യാഷ് കൊടുത്ത് യാത്ര ചെയ്യുന്നതിനേക്കാളും ഒരു 30% ട്രാവൽ ഫെയറിൽ കുറവുണ്ടാകും ലീപ് കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. ഓൺലൈൻ വഴിയും അതുപോലെ ടിക്കറ്റ് വെൻഡിങ് മെഷീനുണ്ട്. ആ മെഷീൻ വഴി അയർലൻഡിലെ പ്രമുഖ ഔട്ട്ലെറ്റ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴി കാർഡ് നമുക്ക് വാങ്ങാവുന്നതാണ്. അഡൽറ്റിന് 2 യൂറോയും യങ് അഡൽറ്റിനും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിനും 1 യൂറോയും ചിൽഡ്രന് 65 സെൻറ്റുമാണ് ഇവിടെ ക്യാഷ് കട്ടാകുന്നത്. അപ്പോൾ 90 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒന്നിലധികം സേവനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ബസ്സിൽ സ്ഥാപിച്ചിരിക്കുന്ന മെഷീനിൽ നമ്മൾ ടച്ച് ചെയ്യുക. ഇനും മെട്രോയിലും ഒക്കെ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആ കാർഡ് ടച്ച് ഓണും ചെയ്യുക, ടച്ച് ഓഫും ചെയ്യണം. കാർഡ് നമുക്ക് ടോപ്പ് ചെയ്യാനായിട്ട് TFI ലീപ് കാർഡ് ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലുവാസിൻ്റെ റെയിൽ ടിക്കറ്റ് മെഷീൻ വഴി നമുക്കിത് ടോപ്പ് ചെയ്യാം. നമ്മൾ ഈ കാർഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓട്ടോ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അതുവഴി നമുക്കിത് ടോപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളൊരു ഓപ്ഷൻ ലീപ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ഐഫോണിലും ഒക്കെ വർക്ക് ചെയ്യുന്നതാണ്. NFC സപ്പോർട്ടുള്ള എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ iPhone 7 മുതൽ മുകളിലേക്കുള്ള എല്ലാ iPhone വഴിയും നമുക്ക് ഈ ലീപ് കാർഡ് ടോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലീപ് കാർഡ് ലീപ് ടോപ്പ് ആപ്പ് വഴി എങ്ങനെ ടോപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നിന്ന് വരുമ്പോഴത്തേക്കും പ്ലേ സ്റ്റോർ കിടക്കുന്നത് ഇന്ത്യയിലെ ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലെ പ്ലേ സ്റ്റോർ വെച്ചിട്ട് നമ്മൾ ഈ ആപ്പ് നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് കാണിക്കത്തില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൊക്കേഷൻ മാറ്റണം. ആ പ്ലേ സ്റ്റോറിൽ ആ ലൊക്കേഷൻ മാറ്റി ഇവിടുത്തെ അയർലൻഡിൽ ലൊക്കേഷൻ ആക്കണം. അതിനുശേഷം ലീപ് ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ ആപ്പ് നമുക്ക് കാണുന്നതായിരിക്കും. ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കാണാം, അവിടെ സ്വിച്ച് ഓൺ NFC നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ NFC ഓപ്ഷൻ ഓൺ ചെയ്യാനായിട്ടുള്ള ആ പേജിലേക്ക് വരും. അവിടെ നമ്മുടെ ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്യുക. തുടർന്ന് ലീപ് കാർഡ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് റീഡായി വരുന്നത് കാണാം. ഇത് ട്രാൻസാക്ഷൻ്റെ ആ പേജിലേക്കാണ് ഓപ്പണായി വന്നത്. അവിടെ ആഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് ടോപ്പ് വാല്യൂ 50 ഓൾറെഡി അവിടെ വരുന്നുണ്ട്. അത് 50 വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി അതല്ല, നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ടോപ്പ് കൊടുക്കുക. നമ്മുടെ കാർഡിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതല്ല ടോപ്പ് മാത്രം മതിയെങ്കിൽ ടോപ്പ് ഉള്ളി ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. തുടർന്ന് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാസ്കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 അക്ക പാസ്കോഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതൊന്നുകൂടെ കൺഫേം ചെയ്ത് കൊടുക്കുക. എൻ്റർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെ നമ്മുടെ ATM കാർഡിലെ നെയിം, കാർഡ് നമ്പർ, കാർഡിൻ്റെ എക്സ്പയറി മന്ത്, ഇയർ, അതിൻ്റെ സെക്യൂരിറ്റി CVV നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പേ ബൈ കാർഡ് ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിങ് ഫിനിഷ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. തുടർന്ന് നമ്മൾ നേരത്തെ ഇതുപോലെ കാർഡ് റീഡ് ചെയ്യാനായിട്ട് ലീപ് കാർഡ് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ പിടിച്ച് കാർഡ് റീഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്ത എമൗണ്ട് അവിടെ ആഡായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് ലീപ് ടോപ്പ് ആപ്പ് വഴി നമ്മുടെ കാർഡ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉറപ്പായിട്ടും ചെയ്യേണ്ടത് ഈ കാർഡ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം നമ്മുടെ ക്രെഡിറ്റ് നഷ്ടമാവുകയോ അതുപോലെ തന്നെ ഈ കാർഡൊക്കെ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റൊക്കെ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അക്കൗണ്ടിലേക്ക് മറ്റ് ലീപ് കാർഡുകളൊക്കെ ആഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതോടെ ഞാൻ കാണിച്ചു തരാം. leapcard.in എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാർഡ് രജിസ്റ്റർ ചെയ്യാനായിട്ട്
രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ TFA ലീപ് കാർഡ് എന്ന് കാണാം. നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ലീപ് കാർഡിൽ ഒരു 14 ഡിജിറ്റ് നമ്പർ കാണാം. ആ നമ്പറാണ് നമ്മളിവിടെ ആദ്യത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആ നമ്പർ തന്നെ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ ലീപ് കാർഡിന് ഒരു ലേബൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്മുടെ പേരോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മൾ ഈ കാർഡ് പർച്ചേസ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. കാർഡ് മേടിച്ചതിന് ശേഷം 24 hours കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുള്ളൂ ഈ കാർഡ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ കാർഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കാണാം രജിസ്റ്റർ TFA ലീപ് കാർഡ്. അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ അടുത്ത പേജിൽ നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടാണ്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഫോൺ നമ്പർ, തുടർന്ന് ബില്ലിംഗ് അഡ്രസ്സായിട്ട് നമ്മുടെ അഡ്രസ്സ് കൂടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത പേജിൽ കാണാം കൺഗ്രാജുലേഷൻ, യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് യുവർ കാർഡ്. അവിടെ മൈ അക്കൗണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പോകും. നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാം. അവിടെ കാർഡ് ഓവർവ്യൂ, കാർഡ് ഹിസ്റ്ററി, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. മാനേജ് ഓട്ടോ ടോപ്പപ്പ്, കാർഡ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ ചെയ്ത ഡീറ്റെയിൽസ്, എത്രയാണ് കട്ടായത്, കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഇത്രയുള്ള മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ലീപ് കാർഡ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ്. രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള പുതിയ അയർലൻഡ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.